ഞാൻ കണ്ടിട്ടുള്ളൊരു കാശ്മീർ എന്ന് പറയുമ്പോൾ 88 89 ഞാൻ ആസ് എ കമാൻഡോ ആദ്യമായിട്ട് ഞാൻ അവിടെ പോകുന്നത്. അന്ന് ചെന്നിറങ്ങുമ്പോൾ ത്രില്ല് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ലൈവ് റൗണ്ട് ഫയർ ചെയ്തവരുത്തന്നെ കൊല്ലാനുള്ള ചാൻസ് കിട്ടും എന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത്. അവിടെ അങ്ങനെയുള്ളൊരു ഓപ്പറേഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. ഒരു കമാൻഡോ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് റൗണ്ട് ഫയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിൻ്റെ ഒരു ത്രില്ല്. കാരണം വയസ്സ് 30-31 ഈ പ്രായമാണ്. ആ പ്രായത്തെ ഇന്ന് ഒരു ബ്ലഡ് ചോരത്തിളപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഫുൾ ലാൻഡിൽ അതെന്താ വെച്ചാൽ റുബയ്യ സെയ്ദി വാസ് കിഡ്നാപ്ഡ്. അപ്പം എങ്ങനെയായാലും ഇവർ റെസ്ക്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പിടിച്ചിരിക്കുന്നവന്മാരെ വെടിവെച്ച് കൊല്ലാനുള്ള ചാൻസ് കിട്ടും. ഈ ഒരു ത്രില്ലാണ് അവിടെ പോകുന്നത്. പക്ഷെ പിന്നീടാണ് അറിയുന്ന രാഷ്ട്രീയം എത്രത്തോളം ഇതിനകത്തൊക്കെ ഇൻവോൾവ് ഉണ്ട് എന്നുള്ളത് അന്ന് തൊട്ടിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഹോം മിനിസ്റ്ററുടെ മകളായിരുന്നു ഈ റുബയ്യ സെയ്ദി. അപ്പോൾ ഹോം മിനിസ്റ്ററിൻ്റെ ഓർഡർ വന്നു, ഞങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്തു ഇന്ന സ്ഥലത്ത് ആളുണ്ടെന്നുള്ളത്, നമുക്ക് ഓപ്പറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ നിന്നോ അവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അതങ്ങ് വിട്ടുകൊടുത്തേക്കുന്നത്. എൻ്റെ മോള് ആ ഓപ്പറേഷൻ ചെയ്യാൻ. പിന്നീടാണ് അറിയുന്നത് ഈ മോളുടെയൊക്കെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു ആ മിലിറ്റന്റ് ഗ്രൂപ്പിനകത്തെന്നുള്ളത്. അപ്പോൾ നിങ്ങളറിയാത്തൊരു ഇന്ത്യയുണ്ട്. ഞാനും ഈ രാഷ്ട്രീയം അറിയുന്നതിന് മുന്നേ, രാഷ്ട്രീയം എപ്പോഴും എനിക്കറിയില്ല. ഐ എം എ നോവിസസ് ഇൻ ദ പൊളിറ്റിക്സ്. നമ്മൾ വിചാരിക്കും ഓ ഇയാൾ ശരിയല്ല, അപ്പം ഞാൻ ആ ലുക്കിലായിരിക്കും അവർക്ക് ലുക്ക് കൊടുക്കുന്നത്. പിന്നെ ഈവനിങ് നോക്കി കഴിഞ്ഞാൽ അതേ ലുക്ക് കൊടുത്ത മറ്റന്മാരെല്ലാം കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഈവനിങ് ഇഫ്താർ പാർട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടിയിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതാണ്. സോ ദിസ് വാട്ട് ഈസ് ദ രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ മൈറ്റ് ബി ദ വൈസ് പ്രസിഡന്റ് ഓഫ് BJP ആൻഡ് ഓൾ ദിസ് തിങ്, ബട്ട് ദെൻ എനിക്കുള്ളത് എനിക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറയും. മോർ ദാൻ BJP ഓർ എനിത്തിങ് നമ്മൾ സാറിൽ നിന്ന് അറിയാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നൂക്ക് ആൻഡ് കോർണർ ഓഫ് ആ സ്ഥലവും ആക്ടിവിറ്റീസ് എല്ലാം അറിയാം. അതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതലും താല്പര്യം. അപ്പൊ ഞാൻ സാറ് പല ഇന്റർവ്യൂസിലും പറയുന്നത് കേട്ടും അവിടുത്തെ പിൽഗ്രിമേജ് ഒരു സിസ്റ്റം, അമർനാഥിന്റെ യാത്രയെ ഇത് ബാധിക്കും. അവിടുത്തെ ഇപ്പം അമ്മ ചോദിച്ചല്ലോ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി, ഈ എന്തുകൊണ്ട് ഈ സ്ഥലം ഇവന്മാർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ ഒരു അറ്റാക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഈ സ്ഥലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ദ വേ ടു, ഇപ്പം ഇങ്ങനെ പേൽഗാമിൽ നിന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് അമർനാഥ്. അപ്പം അത് കിസ്ത്വാർ മൗണ്ടൻസും ഈ ഇതിൻ്റെയൊക്കെ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമർനാഥ്. ഇതിൻ്റെ ഈ സൈഡിലാണ് ഈ മൗണ്ടൻ, ഈ കുതിരപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഹൈറ്റിലുള്ള ഒരു വാലി, ഒരു മിഡോസ്, ഗ്രീൻ മീല്. അത് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഒരു ഗ്ലേഷ്യർ പോലെ കിടക്കും അവിടെ, ഫുൾ മഞ്ഞ്. അപ്പൊ ഒന്നും കയറാൻ പറ്റില്ല. സോ അവിടെ മഞ്ഞിന്റെ സമയത്തൊക്കെ നമുക്ക് സുഖമായിട്ട് സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടേക്ക് പോകാൻ വണ്ടികൾ ഇല്ലാത്തത് കൊണ്ട് എന്താണ് കുതിരപ്പുറത്താണ് ഈ പോകുന്നത്. സോ ദേ ഐഡന്റിഫൈഡ് ദാറ്റ് പ്ലേസ്. എനിക്ക് മനസ്സമാധാനത്തിൽ നടന്ന് എൻ്റെ കൺവേ ചെയ്യാനുള്ള മെസ്സേജ്, എങ്ങനെയൊക്കെ ജനങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നുള്ള മെസ്സേജ് എല്ലാം കൊടുത്തുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാൻ പറ്റുമെന്നുള്ള അവനറിയില്ല. ഇത് പാകിസ്ഥാൻ സ്ട്രാറ്റജിയാണ്. ദേ ടീച്ച് ദം. അവരാണ് പറയുന്നത് ഓക്കെ ഇന്ന ഏരിയ. അത് ആ ISIയുടെ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് അവർ ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് അവരുടെ ഇൻ്റലിജൻസ് ഉണ്ട്. എന്നിട്ട് ഇവന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു വിൽ ബി സേഫ് എന്നാണ്. പക്ഷെ ഇന്നലത്തെ മോദിജിയുടെ വാക്കിനകത്ത് നിന്ന് യു വിൽ നോട്ട് ബി സേഫ്, നീ പാതാളത്തിൽ പോയാലും നിന്നെ പിടിച്ച് ഞങ്ങൾ കൊന്നിരിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. So that will happen. Yes. ഈ പാകിസ്ഥാന്റെ ഇന്റർഫിയറൻസ് പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 week ബിഫോർ ദ പാക് മിലിറ്ററി ചീഫിന്റെ ഒരു പ്രൊവോക്കേറ്റീവ് കൈൻഡ് ഓഫ് സ്പീച്ച് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഇപ്പം നമുക്ക് പാക് ആർമിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ബലോച്ചിസ്ഥാന്റെ ഒരു ലിബറൽ ഒരു ഇത് അവര് ഒരു അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെയും ചിന്തിച്ചുകൂടെ, പാക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ഗ്യാതറിങ് അവിടെ പാക്കിന്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടി കശ്മീരിനെ ഫോക്കസ് ചെയ്യുന്നതാണോ? കശ്മീരിനെ അറ്റാക്ക് ചെയ്ത് അവരുടെ ഇടയിൽ നമുക്ക് കശ്മീർ വേണം, നമ്മുടെ ബ്രദേഴ്സ് ആണ്, ആ ഒരു പോളിസി അത് അവർ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാത്തൊരു സംഭവമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡിൽ കാശ്മീരിലുള്ള ആളുകൾ they don't like പാകിസ്ഥാൻ. കാരണം അവരെ ഒരു തേർഡ് റേറ്റഡ് ആൾക്കാരായിട്ട് സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ് ആണ് അവിടെ. അവർക്ക് വല്ലതൊക്കെ കിട്ടിയാൽ കിട്ടി. കാരണം അവരെ അവർ നോക്കുന്നേ ഇല്ല. അവരുടെ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടാണ് ആ സ്ഥലങ്ങളിലൊക്കെ. അപ്പം അവിടെയാണ് ഇവന്മാർ മിലിറ്റൻസിന്റെ ക്യാമ്പുകൾ അടിച്ച് വെച്ചിരിക്കുന്നത്. ആ മിലിറ്റന്റ് ക്യാമ്പ് കാരണം എന്തായി, അവരെ പേടിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. ഇന്നും നിങ്ങൾ ഓപ്പണായിട്ടൊരു ഇന്റർനാഷണൽ UN ഫോറത്തിനകത്തൊരു സംസാരം വെച്ചിട്ട് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലത്തെ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അവർ വി വുഡ് ലൈക്ക് ടു ജോയിൻ ഇന്ത്യ എന്ന് പറയും.
ഇതറിയാത്ത മണ്ടന്മാരായിട്ടുള്ള കുറേ ആളുകൾ 88-ലും 80s-ലൊക്കെ ഇവിടെ കാശ്മീരിലുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇവർ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദേ റിയലൈസ് ദർക്കി നോ, പാകിസ്ഥാൻ അവർക്ക് തന്നെ നിൽക്കാനും തിന്നാനും തുപ്പാനൊന്നും ഇവർക്ക് പൈസ ഇല്ല, എക്കണോമി ഇല്ല, എല്ലാം ടെററിസത്തിൽ ചിലവാക്കിക്കളഞ്ഞു. അപ്പം എന്താ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാകിസ്ഥാൻ ആർമി ചീഫ് എന്ന് പറയുന്നത്, ഹീസ് ദ സ്റ്റെപ്പ് ബ്രദർ ഓഫ് മുഷറഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവൻ്റെ ബിഹേവിയർ. മുഷറഫ് എന്തായാലും ചെയ്ത് അധികാരത്തിന് വേണ്ടിയിട്ട് ഇവൻ മുജാഹിദിനെ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു 10,000 ആൾക്കാരെ ഡ്രസ് പിടിപ്പിച്ച് കയറ്റി കൂട്ടത്തിൽ അവരുടെ പാകിസ്ഥാൻ ആർമീനെയും സപ്പോർട്ട് ചെയ്ത് കയറ്റിയിട്ട് ഇന്ത്യൻ പിക്കറ്റുകൾ പിടിച്ചെടുത്തു. അങ്ങനെയാണ് കാർഗിൽ യുദ്ധം എന്ന് പറയുന്ന ലിമിറ്റഡ് വാർ ഉണ്ടായത്. ആ ലിമിറ്റഡ് വാറിനെ ഇന്ത്യ കൗണ്ടേഡ് ഇറ്റ് ആസ് എ ലിമിറ്റഡ് വാർ. അതിനൊരു വാറാക്കി ഡിക്ലെയർ ചെയ്തില്ല. അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ജനങ്ങളോട് ഞാനിത് പറയുന്നു, ചിലർ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പകുതി നോളജും വെച്ച് ഇങ്ങനെ വിടും. ഒരു യുദ്ധം വന്നാൽ അതാണ് അങ്ങനെ നല്ല നമ്മൾ ഡിപ്ലോമാറ്റിക് സംസാരിക്കും. ഹെൽ വിത്ത് യു, എൻ്റെ മകനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ഐ വിൽ കം ടു യുവർ ഹൗസ് ആൻഡ് ബി പുള്ളി ഔട്ട് ഫ്രം ദ ഹൗസ് ആൻഡ് കിൽ യു. ഇതായിരിക്കും ഓരോ രാജ്യത്തിലെ ആൾക്കാർ ഇന്നിപ്പോൾ ചിന്തിക്കുന്നത്. കാരണം അവിടെ മരിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ സീക്വൻസ് ഓർത്തിട്ടും ഞാൻ ആരതിയെ കണ്ടു. വാട്ട് എ ബോൾഡ് ഗേൾ ഷീ ഈസ്. ആ മനുഷ്യൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി, മരിച്ചുപോയിട്ടുള്ള ആ ആത്മാവ് എന്ത് ബോൾഡായിട്ടാണ് ഒരു പെൺകുട്ടീനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കണ്ടോടെ. പിന്നെ കയറി ചെന്ന സമയത്ത് വൈഫ് എഴുന്നേറ്റ് നിന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്നാണ് വിളിക്കുന്നത്. ഞാനിങ്ങനെ വിഷമിച്ചിട്ടാണ് ചെല്ലുന്നത്. ഇവരെങ്ങനെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കുക, എന്ത് പറയുന്നത്? ഞാൻ കെട്ടിപ്പിടിച്ച് കുറേയും കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കവളിങ്ങനെ മാറ്റിയിട്ട് വൈഫ്, കരയണ്ട, മോള് വന്നിട്ട് കരയുന്നില്ല. അപ്പം ഞാൻ കരയുമ്പോൾ അങ്കിൾ എന്തിനാ കരയുന്നത്? അങ്കിൾ ഷുഡ് നോട്ട് ക്രൈ. അവിടേക്കാണ് മക്കളെ ഇത് ഓരോ പെൺകുട്ടിക്കും ഒരു പാഠമാണ് ഈ ആർത്തി എന്ന് പറയുന്ന പെൺകുട്ടി. ആ കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്, അതായത് they were brothers for me എന്റെ കൂടെ ത്രൂ ഔട്ട്. അത് വലിയൊരു, ആ കുട്ടീനെ കണ്ടപ്പം ഐ സെഡ് വാട്ട് എ ബോൾഡ് ഗേൾ. പിന്നെ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, സാറിൻ്റെ പടമൊക്കെ കണ്ടിട്ട് ഒരുപക്ഷെ ആ പടത്തിൻ്റെയൊക്കെ ഒരു ഫീലായിരിക്കും. അച്ഛൻ്റെ ബോഡി അവിടെ വിട്ടിട്ട് ഞാൻ പോരുന്ന സമയത്ത് പേഴ്സും മൊബൈലും എടുത്തു. പിന്നെ ഞാൻ 2 അടി മുന്നോട്ട് പോയിട്ട് ഞാൻ ആ പേഴ്സ് തിരിച്ചവിടെ കൊണ്ടിട്ടു. കാരണം അതിനകത്ത് അച്ഛൻ്റെ കാർഡും ഫോട്ടോ നമ്പറും ഇല്ലാണ്ട് ആരെങ്കിലും വന്ന് എടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാലോ എന്ന് പറഞ്ഞാൽ ആ പേഴ്സ് ഞാൻ അവിടെ ഇട്ടു. ഇതെല്ലാം അങ്കിളുടെയൊക്കെ സിനിമ കണ്ടിട്ടുള്ള ഫീലിങ്ങിലാണ്. ഇതൊക്കെ വേണം, എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന്. ഐ വാസ് ലിറ്ററലി സ്റ്റാൻഡിങ് ആൻഡ് ക്രൈങ് ഹിയറിങ് ഓൾ ദിസ് തിങ് ആൻഡ് ഷീസ് ബോൾഡ്ലി നോട്ട് എ ടിയർ. അമ്മു, ഞാൻ കരയുമ്പോൾ അമ്മു മറ്റേ ആരതി പറയുന്നത് കരയരുത്. ദിസ് ഇസ് വാട്ട് എവറി ഗേൾ ഇൻ കേരള ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഈ പാമ്പേർഡ് ഗേൾസിൻ്റെ അടുത്ത് എനിക്കുള്ള റിക്വസ്റ്റ് ഇതാണ്, മക്കളെ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ലൈഫിൽ ഫേസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഈ സമയത്ത് അച്ഛനും അമ്മയും ഉള്ള സമയത്ത് അവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ ആദർശങ്ങൾ നിങ്ങൾ ഫുൾ ഫോളോ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷേ എന്ത് തന്നെയാലും ശരി, നിങ്ങളുടെ അച്ഛനമ്മമാർ ദേ ആർ ദ ബെസ്റ്റ് ഗുരുസ് ഫോർ യു.